എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ അപ് ടു ഡേറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസിന് ശേഷം എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം രേണുവിന്റെ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ. പ്രമുഖ നടൻ പരേതനായ കൊല്ലം സുധിയുടെ ഭാര്യ എന്നതിനപ്പുറം സ്വന്തം അധ്വാനം കൊണ്ട് മലയാളികൾക്കിടയിൽ തന്റേതായ ഒരിടം കണ്ടെത്താൻ രേണു സുധിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്നും സെലിബ്രിറ്റി പദവിയിലേക്കുള്ള രേണുവിന്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. പരിഹാസങ്ങളെയും തളർച്ചകളെയും അതിജീവിച്ച് മുന്നേറുന്ന രേണുവിന്റെ വിജയഗാഥ ഇന്ന് പലർക്കും പ്രചോദനമാണ്. വെറും 2000 രൂപ ശമ്പളത്തിൽ നിന്നാണ് രേണു തന്റെ കരിയർ ആരംഭിച്ചത്. ഇന്ന് കുടുംബം നോക്കാൻ ആരുടെയും സഹായമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ വളർന്നു. കോടികളൊന്നും സമ്പാദ്യമില്ലെങ്കിലും ഇന്ന് കടം വാങ്ങേണ്ട അവസ്ഥയില്ല. ഒരു പെൺകുട്ടി മാനേജറായി കൂടെയുണ്ട്. കാര്യങ്ങൾ എല്ലാം അവളാണ് നോക്കുന്നത്. തന്റെ മാറ്റത്തെക്കുറിച്ച് രേണു അഭിമാനത്തോടെ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ റീൽസുകൾ ചെയ്തു തുടങ്ങിയ കാലത്ത് അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പോലും രൂക്ഷമായ വിമർശനങ്ങളാണ് രേണുവിന് നേരിടേണ്ടി വന്നത്. വീട്ടുകാർക്ക് പോലും ഇത് ഇഷ്ടമല്ലെന്നും ഇത്തരം കാര്യങ്ങൾ നിർത്തണമെന്നും പലരും ഉപദേശിച്ചു. എന്നാൽ ആ വാക്കുകൾക്ക് ചെവി കൊടുത്ത് അന്ന് വീട്ടിലിരുന്നിരുന്നെങ്കിൽ ഇന്നത്തെ രേണു സുധി ഉണ്ടാകില്ലായിരുന്നു എന്നും രേണു പറയുന്നു. ഏറെ വർഷത്തെ പ്രയത്നം കൊണ്ട് പലരും എത്തിച്ചേരുന്ന ബിഗ് ബോസ് വേദിയിലേക്ക് നേരിട്ടുള്ള ക്ഷണമാണ് രേണുവിനെ തേടിയെത്തിയത്. 35 ദിവസം ആ വീട്ടിൽ നിൽക്കാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ലെന്നും ബിഗ് ബോസ് അനുഭവം ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂവെന്നും രേണു വ്യക്തമാക്കുന്നു. അന്ന് ഞാൻ വീട്ടിലിരുന്നു പോയിരുന്നെങ്കിൽ ഇന്നത്തെ രേണു സുധിയാകാൻ കഴിയില്ലായിരുന്നു. ബിഗ് ബോസ് പോലെയുള്ള ഷോകളിൽ പലരും വർഷങ്ങളുടെ ശ്രമം കേണ്ടാണ് എത്തുന്നത്. എന്നെ അവിടേക്ക് നേരിട്ട് വിളിക്കുകയായിരുന്നു. 35 ദിവസം വരെ ബിഗ് ബോസിൽ നിൽക്കും എന്ന് കരുതിയിരുന്നില്ല. ഇറങ്ങി വന്നതിൽ നിരാശയുമില്ല. ബിഗ് ബോസ് കൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല, നേട്ടങ്ങൾ മാത്രമാണ് ലഭിച്ചത്. ഉദ്ഘാടനങ്ങളിൽ അതിഥിയായി ക്ഷണിക്കപ്പെടുമെന്നോ ഒരു നാടുമുറിക്കാനുള്ള അവസരം ലഭിക്കുമെന്നോ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ കരുതിയിട്ടില്ല. ആരെന്ത് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കില്ല. അതിലും വലിയ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നുവന്നത്, രേണു കൂട്ടിച്ചേർത്തു. സ്വന്തമായി സമ്പാദിച്ച പണം കൊണ്ട് അടുത്തിടെ ഒരു പുതിയ സ്വിഫ്റ്റ് കാർ രേണു സ്വന്തമാക്കിയിരുന്നു. ഇല്ലായ്മകളിൽ നിന്ന് വളർന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയായ ഒരു സ്ത്രീയുടെ വിജയത്തിന്റെ അടയാളമായി ആ നീല കാറിനെ ആരാധകർ ഏറ്റെടുത്തിരുന്നു. വിമർശിക്കുന്നവരുടെ വായടപ്പിച്ചുകൊണ്ട് തന്റെ കരിയർ ഗ്രാഫ് ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന തിരക്കിലാണ് രേണു സുധി ഇന്ന്. അപ്പോൾ രേണുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പഴയ രേണുവിൽ നിന്ന് പുതിയ രേണുവിലേക്ക് എത്തിച്ചേർന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.